ഈ ശബ്ദശ്രവണിയുടെ സഹായത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ പ്രദേശവാസികളായ എല്ലാവർക്കും മാറനാഥ ഗോസ്ബൽ ടീമിന്റെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കരിക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാറനാഥ ഗോസ്ബൽ ടീം എല്ലാ ശനിയാഴ്ചകളിലും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് സുവിശേഷ സന്ദേശങ്ങൾ അറിയിക്കുവാൻ കടന്നു പോകാറുണ്ട്. ഈ പ്രദേശത്ത് കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ പ്രദേശത്തോട് പങ്കുവയ്പ ദൈവം തന്ന വലിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയും. അനുദിനം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്, ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളവും അനുദിനം പലവിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങള് കഴിഞ്ഞ കവലയില് സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളതായ ജോൺ സാറ് പറഞ്ഞു, ഈ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകത്തില്ല. കാരണം ഒരു കാലത്ത് ഇതുവഴി നല്ല ഒരു സഞ്ചാരമാർഗമില്ലായിരുന്നു, നല്ല വീടുകളില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രദേശങ്ങൾ കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല. കാരണം അതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ദേശത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും വിവിധങ്ങളായ മാറ്റങ്ങൾക്ക് നാം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഓലമേഞ്ഞതും പുല്ലുമേഞ്ഞതുമായ വീടുകളായിരുന്നു. എന്നാൽ ഇന്ന് ഓലമേഞ്ഞതും പുല്ലുമേഞ്ഞതുമായ വീടുകൾ പോലും നമുക്ക് കാണാൻ കഴിയത്തില്ല. കാരണം നല്ല നല്ല വീടുകളും നല്ല നല്ല സാഹചര്യങ്ങളും ഇന്ന് മനുഷ്യന് ലഭിക്കുവാനിടയായിത്തീരുന്നു. വിദ്യാഭ്യാസമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. നല്ല സ്കൂളുകളോ കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ പഠിക്കുവാൻ, വിദ്യാഭ്യാസം ചെയ്യുവാൻ സാഹചര്യങ്ങളില്ലാതെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റങ്ങൾ വന്നു. ഇന്ന് സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ എന്ന് വേണ്ട വിദ്യാഭ്യാസത്തിന് ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും ചൂണ്ടി പറയുവാൻ, എണ്ണി പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കാണിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത്രയേറെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോഴും നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മനുഷ്യന്റെ സ്വഭാവത്തിന് മാത്രം എന്താണ് മാറ്റം വരാത്തത്? ഓരോ നിമിഷവും നാം കാണുകയും കേൾക്കുകയും ചെയ്തതായ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായ കാര്യങ്ങളാണ്. വിദ്യാഭ്യാസത്തിന് കുറവില്ല, ആഹാരത്തിന് കുറവില്ല, മറ്റ് സാമ്പത്തികമായി കുറവുകളില്ല. എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ടെങ്കിലും അനുദിനം നാം കാണുകയും കേൾക്കുകയും ചെയ്തതായ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. കാരണം മനുഷ്യന്റെ സ്വഭാവം ഇന്ന് വളരെ വൈകൃതമായി കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളും റേഡിയോ, ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങളിലൊക്കെ നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായ കാര്യങ്ങളാണ്. മദ്യപാനിയായ മകൻ പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന കാഴ്ചകൾ, കാമുകനും കാമുകയും കൂടെ അതേ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ അപ്പനും അമ്മയും മക്കളെ കൊല്ലുന്നതായ കാലഘട്ടം, ഇങ്ങനെയൊക്കെയുള്ളതായ സംഭവങ്ങളാണ് അനുദിനം നമ്മുടെ സമൂഹത്തിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കാരണം എന്താണ്? മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിലും മനുഷ്യന്റെ സ്വഭാവത്തിന് മാത്രം മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നതായ ദൈവദാസന്മാരായ ഞങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് മദ്യപിക്കുന്നവരായിരുന്നു, രാസലഹരികൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ളവരായിരുന്നു, ഭാര്യയ്ക്കോ മക്കൾക്കോ കുടുംബത്തിനോ സമാധാനവും സന്തോഷവും നൽകാത്തവരായിരുന്നു. എന്നാൽ ഞങ്ങൾക്കുണ്ടായ മാറ്റം എങ്ങനെയാണെന്ന് ഞങ്ങളുടെ ദേശനിവാസികളോട് അറിയിക്കുക എന്നുള്ള ഒരു സതുദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഈ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് ഭാരത്തോടോ പ്രയാസത്തോടോ നിരാശയോടോ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തരാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ, ഒരു രക്ഷിതാവിനെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത്തരത്തിലുള്ളതായ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാകുന്നത് ചോദിച്ചാൽ, ഇതിന്റെയൊക്കെ പിന്നിൽ മനുഷ്യന് ഇത്തരത്തിലുള്ളതായ സ്വഭാവ വൈകൃതങ്ങൾക്ക്, ദുശീലങ്ങൾക്ക് അടിമയാക്കുന്ന അതേ മാരക ശക്തി എന്ന് പറയുന്നത് അതാണ് പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പാപോഹം, പാപകർമ്മോഹം, പാപാത്മാ, ഭാവസംഭവ, എല്ലാ മനുഷ്യരും പാപികളത്രേ. പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഋഷിവര്യന്മാർ ഇങ്ങനെ ചോദിച്ചു: അസത്വമ സത്കമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ ആര് സത്യത്തിലേക്ക് നയിക്കും? അതേ മൃത്യോമ അമൃതംഗമയ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ആര് നിത്യജീവനിലേക്ക് നടത്തും? അതേ മരണത്തിൽ നിന്നും നമ്മളെ നിത്യത്തിലേക്ക് നടത്തുവാൻ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തുവാൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷിതാവ്, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമാണോ? ബൈബിൾ ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ അല്ലവേ അല്ല. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും രക്ഷകനും വീണ്ടെടുപ്പുകാരനായ ദൈവമാണ്. ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല, മറിച്ച് അത് മനുഷ്യന്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പുസ്തകമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. പാപത്തിൽ നിന്നും, പാപത്തിന്റെ അനന്തരഫലമായ മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ, താങ്കൾ ഒരു ഹിന്ദുവായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുസൽമാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, രക്ഷ പ്രാപിക്കാൻ ഉലകത്തിൽ ദൈവമൊരുക്കിയ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനോട് എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും? മെഴുകുതിരി കത്തിക്കണോ? സാമ്പ്രാണിത്തിരി കത്തിക്കണോ? തലമുണ്ടനം ചെയ്യണമോ? പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണമോ? പുണ്യനദികൾ സ്നാനം ചെയ്യണമോ എന്നൊക്കെ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയമേ, അങ്ങനായ ഒരു കാര്യങ്ങളും ചെയ്യണ്ട. പിന്നെയോ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിപ്പാനിടയായിത്തീരും. യേശു ക്രിസ്തു എങ്ങനെയാണ് മാനവകുലത്തിന് രക്ഷ സംഭാവന ചെയ്തത്? യേശു ക്രിസ്തു തന്റെ ശരീരം യാഗമാക്കിക്കൊണ്ട് തന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും മാനവജാതിക്ക് വേണ്ടി ഊറ്റി തന്നുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യന് രക്ഷാ സംഭാവന ചെയ്യുവാനായി തീർന്നു. യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിനെ മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കേണ്ടത്? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിക്കും, അത് മുസ്ലിമായിരുന്നാലും ഹിന്ദുവായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും, ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വിഷയമല്ല. അതേ, ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിച്ച് ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എനിക്ക് രക്ഷ വേണം, വിടുതൽ വേണം, ഈ പാപകരമായ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം, സ്വഭാവ വൈകൃതങ്ങളിൽ നിന്നെല്ലാം എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ പ്രദേശത്തുണ്ടെങ്കിൽ വാത്സല്യ സഹോദര സുഹൃത്തെ, ഈ ഹൃദയം യേശുവിനായി സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അവിടുത്തെ രക്ഷയും വീണ്ടെടുപ്പും എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട്
അവിടുത്തെ മകളായി ജീവിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കേണ്ടതിനത്രേ കർത്താവ് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. യേശു ക്രിസ്തു താണലോകത്തിലേക്ക് വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്നവരെ, ലോകത്തിലെ ഒരുപാട് മഹാന്മാർ മരിച്ചു അടക്കപ്പെട്ടു. എന്നാൽ യേശുവിന്റെ ക്രിസ്തുവിന്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുകയാണ്. അതേ വിളിച്ചു പറയുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോകുവാൻ ഇടയായി തീർന്നു. മരണത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയ ഒരേ ഒരു രക്ഷിതാവ് അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. വേറെ ഏതെങ്കിലും ഒരു രക്ഷകനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞങ്ങളുടെ പ്രസംഗവും പരിപാടിയും ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കൊള്ളാം. മരണത്തെ ജയിച്ച് അതേ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനുള്ള മാർഗം ഒരുക്കി തന്ന് ഉയരത്തിലേക്ക് പോയിട്ടുള്ള ഒരേ ഒരു രക്ഷകൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ രക്ഷകനായ യേശു ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു പോയതുപോലെ വീണ്ടും വരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായ തീയതുമായ സകല പ്രവർത്തിക്കും പകരം തരുവാൻ യേശു വീണ്ടും വരാനായിട്ട് പോവുകയാണ്. അതേ ആകാശം കൊടുമുടക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലെ സകല വഴികളും തീ കൊണ്ട് വെന്തുപോകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന സൂര്യനും ചന്ദ്രങ്ങളും നക്ഷത്രങ്ങളും എല്ലാം അതേ തകർന്നു പോകുന്ന ഒരു കാലഘട്ടം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം പാപത്തെ ഉപേക്ഷിച്ച്, പാപവഴികളെ ഉപേക്ഷിച്ച് യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷകനായി സ്വീകരിച്ച് അത് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ പ്രദേശവാസികളായ ഏവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ദൈവം നമ്മെ സഹായിക്കുകയും